ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പെരുന്നാൾ പ്രമാണിച്ച് ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കാൻ വിചാരിച്ചു. അങ്ങനെ ഞങ്ങള് അതിനുള്ള സംഭവങ്ങളൊക്കെ തുടങ്ങി. ഞാൻ നേരത്തെ ഇരിക്കു വരുന്നതിന് മുമ്പേ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. ഇരിക്കു വന്നിട്ട് ഇതൊക്കെ അരിഞ്ഞു കരഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഞാൻ ഉണ്ടാക്കുന്ന ബിരിയാണി എനിക്ക് ഇഷ്ടമല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടം. ഈ വട്ടം ഉണ്ടാക്കുമ്പോൾ എന്തോന്ന് എനിക്കറിയത്തില്ല, പക്ഷെ എനിക്കറിയത്തില്ല. ചില സമയം റെഡി ആവും. വേറെ എന്തോ ബീഫ് ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ കുറേ യൂട്യൂബ് വീഡിയോസ് ഒക്കെ കണ്ട് അതൊക്കെ പഠിച്ചു വെച്ചിട്ടൊക്കെയാണ് എടുക്കുന്നത്. പക്ഷെ ഇനി എന്താവും അറിയത്തില്ല. അപ്പം നമുക്ക് അങ്ങനെ റെഡി ആക്കിയാലോ? ചേച്ചി അവൻ്റെ കയ്യിൽ പൈസ എടുത്തൊരു തൈര് ഇത് മേടിച്ചിട്ടുണ്ടോ? ചേച്ചി വരാൻ പറ. ഓക്കെ, അതിനിടയ്ക്ക് അനിയൻകുട്ടൻ കടയിലൊക്കെ പോയിട്ട് വരാം. തൈര് വേണം, പിന്നെ നെയ്യ് വേണം, അണ്ടിപ്പരിപ്പ് വേണം. അത്ര മതി. ഇവിടെ ബീഫ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വൃത്തിയാക്കി കഴുകി സെറ്റ് ചെയ്തു. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം കൂടെ അരക്കാൻ വെച്ചേക്കാം. ഇപ്പൊ അടിച്ച് പാരത്തരും, ക്രഷ് ചെയ്തെടുക്കും. കഴുകിട്ട് നമ്മളിതൊക്കെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, എനിക്ക് ഇതൊക്കെ എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയാം. പക്ഷെ മെയിനായിട്ട് എനിക്ക് ബാക്കിൽ എനിക്ക് അസിസ്റ്റന്റ് ഉണ്ട്. കുഞ്ഞമ്മയുടെ അസിസ്റ്റന്റ് ഇപ്പഴാ അറിഞ്ഞത്. ഞെട്ടിപ്പോയി. ഇതിനകത്ത് ഞാനൊരു 3 വെളുത്തുള്ളി മറ്റേ ബൾബ് പോലത്തെ വെളുത്തുള്ളി ഉണ്ടല്ലോ, അത് 3 എടുത്തിട്ടുണ്ട്. അതാണ് ഇത്. പിന്നെ ഒരു എരിവിനനുസരിച്ചുള്ള മുളക് എടുക്കുക. ഞാനൊരു 10-12 മുളക് എടുത്തിട്ടുണ്ട്. 10-12 ഒരുപാടുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചി ഒരു 1.5 കഷ്ണം എടുത്തിട്ടുണ്ട്. ഇതൊക്കെ എടുത്തിട്ട് നമുക്കൊന്ന് ഓക്കെ. അതാണ് പറഞ്ഞത്. ഇവിടെ മൊത്തവും വയറും കാര്യങ്ങളൊക്കെയാണ്. ഇതിൽ ഏതാണ് മിക്സിയുടെ ഇതൊന്നും എനിക്ക് അറിയാനും പറ്റില്ല. ഇതാണ് ഇൻഡക്ഷൻ കുക്കറിന്റെ അത് കുത്തിയിട്ട് ചത്തന്നെ. ജസ്റ്റ് ഒന്ന് കൃഷി ചെയ്ത് ഇഷ്ടംപോലെ ഉണ്ടായതാവും എനിക്കറിയില്ല. ഇനി നമുക്ക് ബീഫ് ബിരിയാണി എന്റെ ഷെഫിന് സാധനം ഏതാന്ന് അറിയണം, പക്ഷെ ഉണ്ടാക്കാൻ അറിയാം. മല്ലിയില 2ആയിട്ട് തിരിച്ചു വെച്ചിട്ട് അറിയാം. ഒരെണ്ണം പുതിയല്ല, ഒരെണ്ണം മല്ലിയില. എനിക്കറിയാം, പക്ഷെ ഞാൻ മറന്നുപോയി. കുറവായിരുന്നു. പക്ഷെ ആ ടെൻഷന്റെ ഞാൻ പിന്നെ പെട്ടെന്നൊന്ന് എടുത്തതേ ഉള്ളൂ. എനിക്ക് വെപ്രാളെല്ലാം തെറ്റി പോകുന്നു. അതൊക്കെ ചെയ്താൽ മതിയല്ലോ. അതൊക്കെ ചെയ്യുന്നത് പാടാണ്. നമ്മൾ വൃത്തിയായിട്ട് നല്ല രീതിയിൽ കഴുകിയിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. പക്ഷെ ഇത് ഭയങ്കര പാട് കേട്ടാ. അരിയാനൊക്കെ കൈയൊക്കെ മുറിയുന്നുണ്ടോ? ഇത് ഈ കട്ടെടുക്കും. ഏത് സമയത്താണോ എനിക്ക് ബിരിയാണി ഉണ്ടാക്കാൻ തോന്നിയത്. പക്ഷെ ഒരുപാട് നാളായി ഞാൻ ബിരിയാണി കഴിച്ചിട്ട്. അല്ല, ഞാൻ ഉണ്ടാക്കി ബിരിയാണി കഴിച്ചിട്ട്. അമ്മയൊക്കെ ഇടയ്ക്ക് കൊണ്ടിട്ട് വരുന്നു. നിങ്ങളെ വീട്ടിൽ ചെയ്യുമ്പോൾ നല്ല കത്ത് നോക്കി ചെയ്യണം കേട്ടോ. ഇത് അടിപൊളിയാണ്. ഞാൻ മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. ഞാനിത് ഓൾറെഡി ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. കുറെ നാൾക്ക് മുന്നേ ഉണ്ടാക്കിയതാണ്. ഒരു ഗ്യാപ്പ് വന്നതിന്റെ ഒരു പ്രശ്നമേ ഉള്ളൂ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ജസ്റ്റ് 1 മിനിറ്റ്, ഒരു വട്ടം കൂടെ ഞാൻ കൈ കഴുകിയിട്ട് വരാം. ഇത് ബീഫ് നമുക്ക് കുക്ക് ചെയ്യാം. സാധാരണ എന്റെ കുഞ്ഞമ്മയാണ് എനിക്കിതൊക്കെ ഇട്ട് തരുന്നത്. ഞാൻ കൈ കൊണ്ടിടാം കേട്ടോ. എനിക്ക് സ്പൂൺ വെച്ചിട്ടൊക്കെ എന്തോ പോലെ. പൊടി ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും മതിയായിരിക്കും എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഇനി നമുക്ക് മസാല ആഡ് ചെയ്യാം. മസാല നമുക്കൊരു 2 സ്പൂൺ ഇടാം. കുരുമുളകാണ്. കുരുമുളക് ഞാൻ ഇച്ചിരി തോനെ ഇടാം. എനിക്കത് മസ്റ്റാണ്. ഇനി നമ്മളിത് കൃഷി മെയിൻ സാധനം. അത് നല്ല മണമാണ് കേട്ടോ. ഇത് ഇഞ്ചിയുടെ എരിയും അതെ, മുളകിന്റെ എരിയും 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. 2 സ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇഞ്ചിയും മുളകും ഈ വെളുത്തുള്ളിയും കൂടെ കൃഷി ചെയ്തിട്ടത്. ഇനി നമുക്ക് കുറച്ച് ഇത് ഏതായിരുന്നു? ഇത് മല്ലിയില. ഓക്കെ, എനിക്ക് കറക്റ്റായിട്ട് മല്ലിയില എനിക്ക് സാധനം അറിയാം, പക്ഷെ ഉണ്ടാക്കാറില്ല. അതെ, ഇത് പുതിനയില, അങ്ങനല്ലേ പറയുന്നേ? യെസ്. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇടാം. ഓക്കെ, ആവശ്യത്തിന് ഉപ്പിടുക കേട്ടോ.
നേരത്തെ അതിന്റെ പുക അങ്ങോട്ട് ഇനി നമുക്ക് ഇതിന് ഇളക്കാം. നമുക്ക് കൈ വെച്ചോണെങ്കിൽ ഇളക്കാം, അല്ലെങ്കിൽ സ്പൂൺ വെച്ചോണെങ്കിലോ എല്ലായിടത്തും പിടിക്കണമല്ലോ. നല്ല വൃത്തിയായിട്ടുള്ള പ്ലേറ്റ് തന്നെ. നിങ്ങൾ ഓൾറെഡി എല്ലാവർക്കും അറിയാം, പറഞ്ഞിട്ട് ആവശ്യമില്ല. നമ്മൾ ബീഫ് വയ്ക്കാൻ വെള്ളമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മളിത് അടപ്പ് കാണുന്നില്ല ഗൈസ്, എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ അടപ്പ് കാണുന്നില്ല. കുക്കർ എടുത്ത് തന്നാലും ഞങ്ങൾക്ക് അടപ്പ് തന്നില്ല ഗൈസ്. ഓക്കെ, എനിക്ക് തോന്നുന്നത് അത് തന്നെ. ഇതിന് നല്ല രസമുണ്ട്. കുഞ്ഞടപ്പ് അടപ്പിന് അടക്കാം. ഓക്കെ, അപ്പൊ നമ്മള് ബീഫ് ബിരിയാണിയിലെ ബീഫ് നമ്മൾ മസാലയൊക്കെ ചേർത്ത് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മൾ ബീഫിന്റെ വേവ് അനുസരിച്ച് വേണം നമ്മൾ ശരിയാക്കാനായിട്ട്. അപ്പൊ നമുക്കിതെല്ലാം മാറ്റി വെച്ചിട്ട് നമുക്ക് ഐശ്വര്യമായിട്ട് തുടങ്ങാം ഗൈസ്. എൻ്റെ ഇന്നത്തെ പെരുന്നാൾ ബിരിയാണി നല്ലതായിരിക്കണം പ്രാർത്ഥിച്ചിട്ട് ഗ്യാസൊക്കെ ഉണ്ടല്ലോ അമ്മ. ഓക്കെ, ഓളാട്ടെ. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞിട്ട് ഇതൊരു വേവിച്ച് വന്നതിന് ശേഷം ബാക്കി ഓരോന്നോരോന്നിട്ട് നമുക്ക് ചെയ്യാം. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പം ഇനി നമുക്ക് പെരുന്നാളിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം. എനിക്കൊന്നും അറിയത്തില്ല. ഇത് ബലി പെരുന്നാളാന്ന് എനിക്കറിയാം. എനിക്ക് ബിരിയാണി കിട്ടും. ഷമീർക്കയുടെ വീട്ടിൽ ഇത് ബിരിയാണി കിട്ടും. ഷമീർക്ക കുടുംബവുമായിട്ട് അവര് വിളിക്കും. പിന്നെ ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതാണ് തന്നെ കടച്ചൊക്കെ വെക്കണം. അല്ലെങ്കിൽ വീട്ടുകാരെ നടിയിട്ടുന്നതായിരിക്കും. ഇതൊക്കെ തന്നെയാണോ ഇതിന്റെ ഇതൊന്ന് അറിയാനും വയ്യല്ലേ. യെസ്, മാറിപ്പോയി. അയ്യോ അമ്മ, ഞാൻ മല്ലിപ്പൊടിയാണ് ഇട്ടത് മസാലയ്ക്ക് പകരം. ആണമ്മച്ചി, ഇതായിരുന്നു ഇതാ ഇട്ടത്. ഇവിടെ മസാല എന്നും പറഞ്ഞ ഉലുമയാണ് ഇട്ട് നിർത്തട്ടെ. ഒരബത്തൊക്കെ ആർക്കായാലും വരുവൂടെ. ഇപ്പൊ ഞാൻ ശരിക്കും മസാലയൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ ബിരിയാണി ഉണ്ടാക്കാൻ ഞാൻ ജീരകശാല അരി കേട്ടോ യൂസ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റ് ആണ്. ഇത് ബിരിയാണിക്ക് ഇതാണ് ബെറ്റർ. കേട്ട് കഴുകണം. അപ്പൊ നമ്മൾ ഈ അരി കഴുകാൻ എന്റെ അസിസ്റ്റന്റിനെ വിളിക്കാം. സമ്മാനോ? അങ്ങനെ നെയ്യ് പിടിക്കാൻ പോയപ്പോൾ അവൻ ഞങ്ങൾക്ക് അപ്പൊ ഐസ്ക്രീം 2 എണ്ണോ? ഏത് ഫ്ലേവറാടാ അത്? പൈനാപ്പിളാ? എല്ലാം കൂടെ ഉള്ളതെന്ന് തോന്നുന്നു. ഇത് ഓറഞ്ചാ? മുന്തിരിയും പിന്നെ കുറച്ച് സവാളയും കൂടെ നമ്മൾ എണ്ണയിലിട്ട് ഇതാക്കാൻ പോവാം. നമ്മൾ ഓയിൽ ഒഴിക്കുക, വറുത്തെടുക്കാം. അതെ. പിന്നെ എല്ലാം ഞാൻ ചോദിച്ചിട്ട് ചെയ്തോളൂ. സാധനം ടെൻഷൻ കാരണം എനിക്ക് സാധനങ്ങളെല്ലാം മാറിപ്പോകും. എന്തെങ്കിലും ടെൻഷൻ? കുറച്ച് നമ്മളല്ലേ ഇതിനെന്ന് നെയ്യ് ഒഴിക്കും. നെയ്യും കൂടെ നമ്മൾ ആഡ് ചെയ്യേ, ആ ഒരു ഫ്ലേവറും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എണ്ണ ചൂടായെങ്കിൽ നമുക്ക് ഈ സവാള അതിലിടാം. ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് എടുക്കാനുള്ള രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. ചുക്കുവാണെന്ന് കുറച്ചേരത്തേക്ക് അതൊരു ബ്രൗൺ ഷെയ്ഡ് ആവുന്നത് വരെ ഓൺ ചെയ്യണം. ഇനി ഇതിൽ തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പം ഈ ഒരു എണ്ണയിൽ തന്നെ കേസ് അവിടെ ഇരുന്ന് പഠിക്കുന്നു. നീ വിട്ടാ നടങ്ങട, ഞാൻ ചെയ്താ കണ്ടോ? ഇതുപോലെ ബ്രൗൺ ആയിട്ട് വരും. നമ്മള് ബിരിയാണിയുടെ വീഡിയോസിലൊക്കെ കണ്ടിട്ടില്ലേ? നമുക്കിത് കോരിയെടുക്കാം. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒന്നും കൂടെ ബ്രൗൺ ആവും. ഇനി നമുക്ക് ഇട്ടെ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇത്തിരി മുന്തിരിങ്ങയുടെ ഇട്ട് നമുക്ക് സെറ്റാക്കി എടുക്കാം. ഇനി ബിരിയാണിയുടെ അരി നമുക്ക് നല്ലതുപോലെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വേവിക്കണം. നമ്മൾ ഇപ്പം അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ ഇട്ട ആ ഒരു നെയ്യ് ഒഴിച്ച ഒരു എണ്ണയുണ്ടല്ലോ, അത് നമ്മൾ ഇതിനകത്തൊഴിക്കണം. കണ്ടോ? ഇതിനകത്താണ് നമ്മളിനി അരി ഒന്ന് ഫ്രൈ ചെയ്ത് ജസ്റ്റ് ഒന്ന് വാട്ടി. കുറച്ച് ഗ്രാമ്പൂ, കറുകപ്പട്ട, ആ സാധനങ്ങൾ എനിക്ക് ഇതിൻ്റെ കറക്റ്റ് പേരൊന്നും അറിയത്തില്ല. പിന്നെ ഈ ഇല പോലത്തെ സാധനങ്ങൾ, പിന്നെ ഒരു 3 ഏലക്ക, പിന്നെ ഇച്ചിരി ഇതൊക്കെ ഇട്ട് ജാതിക്ക.
പോരെ നമ്മുടെ അരി വന്നിട്ടുണ്ട്. ഈ അരി നമ്മളിങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാലേ നമുക്ക് അരി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അതുപോലെ പ്രത്യേക ടേസ്റ്റും ആയിരിക്കും നമ്മൾ അരി ഇങ്ങനെ വേവിച്ച് ചെയ്യുമ്പോഴേ. നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിങ്ങനെ അതെ, ഇതിങ്ങനെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇങ്ങനെ പൊട്ടുന്ന ശബ്ദം കേൾക്കും. ജസ്റ്റ് ഒരു മണവും പൊട്ടുന്ന ശബ്ദം കേൾക്കുമ്പോൾ മനസ്സിലാവാൻ നമുക്ക് ഇത് റെഡി ആയിട്ടുണ്ട്, സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മൾ അടുപ്പിലാണ് കേസ് വെക്കുന്നത്. നമ്മള് ചോറൊക്കെ തിളച്ച് കുറെ നേരമായി. ഓ ഇവിടെ ഭയങ്കര പോക അയ്യാ. നമ്മൾ കലത്തിലോട്ട് അരി ഇതാണ്. അരി വെന്തെന്ന് നോക്കിട്ട് വരാം. ആരോഗ്യയുടെ ചലഞ്ചിന്റെ അപ്പുറം ഞങ്ങൾ ഉലുവ ചലഞ്ച്. അതിനിടയ്ക്ക് ഞാൻ ഈ തക്കാളിയും കൂടി ഒന്ന് എടാ എനിക്ക് നിന്നെ അറിയാം. നീയല്ലേ പറഞ്ഞ അടിപൊളിയെന്നത്. അടിപൊളി ടേസ്റ്റ്. ഇതില് നല്ലത് നാരങ്ങയായിരുന്നല്ലടാ. എന്തില്ലെന്നാണ് ഷെഫ് പറയുന്നത് ഗൈസ്. അവസാനം ഷെഫിന്റെ തന്നെയാണ്. മസാലക്കൂട്ട് ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമുക്ക് പോവാം. വരും. ഈ പാത്രം നൽകുന്നുണ്ട്. നമ്മൾ മസാല ഉണ്ടാക്കാൻ വേണ്ടിട്ട് എണ്ണ ഒഴിക്കുകയാണ്. നമുക്കിതാ മസാലക്ക് വേണ്ടിയിട്ട് നമ്മള് സവാള വഴറ്റുവാണ്. നമ്മൾ നേരത്തെ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും മുളകും ഇഞ്ചിയൊക്കെ ഇടുക. അത് ഫുള്ള് എരിയാ. ഇവനിതെന്ന് ഇന്നെന്താ പറ്റി എനിക്ക് അറിഞ്ഞൂടാ. ഇത് ഫുള്ള് ഈറ്റിംഗ് ചലഞ്ച് ആവുന്നുണ്ട്. കൊള്ള എരി ഇങ്ങോട്ട് ഇവട്ടില്ല. അപ്പുറത്തോട്ടേക്ക് പൊളിച്ച് വെള്ളം എടുത്തോടി. ഇവിടെ ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ഇടുക. നമ്മളെ മുളക് നോക്കട്ടെ. ഞങ്ങളുടെ മിക്സി ജാറിനകത്തേക്ക് മിഠായി അത്. ഇട്ട് ഇനി നമുക്ക് കുറച്ച് ഗരം മസാല ഇടാം. ഇത് തെറ്റിട്ടില്ല ഗൈസ്. കറക്റ്റ് ഗരം മസാല ഇനി ഞങ്ങൾ ഒരിക്കലും മറക്കാം. അതെ, ഞാൻ നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ട് ഗരം മസാലയും ജീരകവും ഒക്കെ. ആക്ച്വലി ഞാൻ മണത്ത് നോക്കുന്നതായിരുന്നു, പക്ഷെ എനിക്ക് അന്നേരത്തുള്ള ഒരു സമയം പറ്റിയില്ലായിരുന്നു. അതാണ് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമ്മളൊരു 2 സ്പൂൺ നാരങ്ങ നീര് ഒഴിക്കുക. നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. തൈര്, പുളി ഉള്ളതായാലും കുഴപ്പമില്ല, ഇല്ലാത്തതായാലും കുഴപ്പമില്ല. ഇതിനോട് കുറച്ച് മല്ലിയിലയും പുതിനയിലയും നമുക്കിടാവേ. ബാക്കി വരുന്നതൊക്കെ നമുക്ക് ദം ചെയ്യാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് നമുക്ക് ഈ മസാലയിലോട്ട് നമുക്കിടാം. ഓക്കെ, ഇതെടുത്തപ്പോൾ നല്ല സ്മെല്ലായിരുന്നു കേട്ടോ. അമ്മിടാൻ വേണ്ടി പാത്രം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്താണ് ചെയ്യാൻ പോകുന്നത്. ഇവിടുന്ന് നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് വിടുക അല്ലേ ഷെഫ് ദേവുജി സുദർശൻ. ഗൈസ് ഫൈനലി നമ്മുടെ മസാലക്കൂട്ട് വാവ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ദം ചെയ്യാൻ പോവുകയാണേ. എല്ലാ വട്ടം നമ്മളൊരു തട്ടിക്കൂട്ടി ദമ്മൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. കുറച്ച് ആദ്യം നമുക്ക് നെയ്യ് ഒഴിക്കാം. നമുക്കതിൽ നിന്ന് വരിയില്ല അങ്ങോട്ടിടാം. എൻ്റെ ചോറ് വെന്തിട്ടൊന്നുമില്ല. വെന്തല്ലേ അതെന്താന്ന് അറിഞ്ഞൂടെ, ഭയങ്കരമായിട്ടങ്ങ് വേവുന്ന്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന സവാള നമുക്കിങ്ങനെ ഇടാം. ഞാൻ കുറച്ച് ചെയ്തോളായിരുന്നടേ. കുറച്ച് കാഷ്നട്ടും നെയ്യൊക്കെ ഒഴിക്കാം. പുക വരുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. അതെ,
ഇനി നമുക്ക് കുറച്ച് ചെറുതായിട്ട് ഇങ്ങനെ ഇടാം. ആട്ടിയായിട്ട് വരുന്നത് കവറുമായിട്ട് മല്ലിയിലയും ചോറിൻ്റെ മേലെ വെച്ച് അങ്ങനെ ബാക്കി എല്ലാം കൂടെ പറക്കി നമുക്ക് കഴിഞ്ഞിട്ടങ്ങ് വിതറി അടച്ച് കേട്ടുണ്ട് അതിനകത്ത് ആവി പോവാതിരിക്കാൻ വേണ്ടി ദം ചെയ്ത ബിരിയാണിയാണ്. നല്ല മണം കേട്ടാ. കൊള്ളാം ഗൈസ്. പുളി ഇനി കഴിക്കുമ്പോൾ അറിയാം. കുഴപ്പമില്ല. കുനിഞ്ഞിരിക്കണമല്ല. ടേസ്റ്റ് ഉണ്ട്. പിന്നെ ചോറ് ഇച്ചിരി വെന്ത് പോയിട്ടുണ്ട്. അടുപ്പിലിരുന്ന് വെന്ത് പോയതിൻ്റെ ഒരു ഇത്. പിന്നെ വേറെ എന്താ, പക്ഷെ ഇത് വൈകിട്ട് കഴിക്കണം കേട്ടോ, പുളിയാണ്. ഇപ്പൊ കഴിക്കേണ്ട അടുത്ത് ബീഫൊക്കെ ടേസ്റ്റില്ലേ. സക്സസ്. ഇനി കഴിക്കട്ടെ. ബൈ. ഓക്കെ, അപ്പം എല്ലാവർക്കും ഈ വീഡിയോ നാളെ വരത്തുള്ളൂ, അത് വേറെ കാര്യം. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങൾ ആ ചേച്ചിയുടെ അടുത്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തേക്കാം വീഡിയോ. ആ ചേച്ചിക്ക് ഭയങ്കര താങ്ക്സ് കേട്ടോ ഇത് പറഞ്ഞത്. ഞാൻ ഇത് എപ്പോഴും ട്രൈ ചെയ്യുന്നതാണ്, പിന്നെ സാധനം അങ്ങോട്ട് പറഞ്ഞുള്ളൂ. അപ്പോൾ ഇതെല്ലാം കഴിച്ച് തീർക്കട്ടെ.